അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 91-14 വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം എന്ന് പറയുന്നത്. ദാവീദ് തന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ചില അവസ്ഥകളെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനം അത്രേ ഇത്. പലപ്പോഴും കഷ്ടതകളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ആയിരിക്കുമ്പോൾ നാം വായിച്ച് ആശ്വസിക്കുന്ന ഒരു സങ്കീർത്തനം അത്രേ ഇത്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. കർത്താവിന്റെ സന്നിധിയോട് ചേർന്നിരിക്കുന്നവർ, കർത്താവിന്റെ സന്നിധിയോട് പറ്റിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ചില അനുഗ്രഹങ്ങളെയാണ് ഇവിടെ കാണുന്നത്. ഒന്നാമതായി അവർക്ക് കൊടുക്കുന്നത് വിടുതൽ. പിന്നെ അവരെ ഉയർത്തും, അവർക്ക് ഉത്തരമരുളും. കഷ്ടകാലത്ത് അവരോട് കൂടെയിരിക്കും, അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തുവാനിടയാകും. ഇങ്ങനെയുള്ള ശ്രേഷ്ഠകരമായ വളരെ വളരെ അനുഗ്രഹങ്ങളെ വളരെ കുറച്ച് ഈ ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്കുള്ള ചില അനുഗ്രഹങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെ പറ്റിയിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ പ്രാപിച്ചെടുക്കാമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളോട് മാത്രമേ നമുക്ക് ചേർന്നിരിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ചർച്ചക്കാർ ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിൽ വളരെ വിരലിൽ എണ്ണാവുന്നവരോട് മാത്രമേ നമുക്ക് ചേർന്ന് അത്രയും മാത്രം അഗാധമായ സ്നേഹം നമുക്ക് കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവരോട് മാത്രമായിരിക്കാം നമ്മൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ വഴി എപ്പോഴും കണക്ട് ചെയ്യുന്നത്, ഫോൺ വിളിക്കുന്നത്, സംസാരിക്കുന്നത്, വിശേഷങ്ങൾ തിരക്കുന്നത്. നമ്മുടെ എല്ലാ കൂട്ടുകാരോടും എല്ലാ ബന്ധുക്കളോടും ഒന്നും നമ്മൾ അപ്രകാരമുള്ള ഒരു സ്നേഹം പങ്കുവെക്കാറില്ല. നമുക്ക് ഏറ്റവും നമ്മുടെ ഹൃദയംഗവുമായി അടുത്തിരിക്കുന്നവർ, അതായത് നമ്മെ പോലെ ചിന്തിക്കുന്നവർ, നമ്മെ പോലെ ഒരേ ലക്ഷ്യമുള്ളവർ, ഒരേ ടേസ്റ്റ് ഉള്ള കുറച്ചു പേരെ നമ്മുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. ആ വ്യക്തികളോട് നമ്മൾ എപ്പോഴും ചേർന്നിരിക്കുവാനും അവരോട് നമ്മൾ എപ്പോഴും സംസാരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ പറ്റിച്ചേർന്ന് അതേ അനുഭവത്തിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തോട് എപ്പോഴും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ, ദൈവത്തോട് എപ്പോഴും സംസാരിക്കുവാൻ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് അറിയിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി അങ്ങനെ ആയിരിക്കുമ്പോൾ, അവൻ ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് വിളിക്കുമ്പോൾ ദൈവം അവർക്ക് ഉത്തരമരുളുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, അവന്റെ കഷ്ടതയിൽ, അവന്റെ കഷ്ടകാലത്ത് കർത്താവ് കൂടെയിരിക്കുകയും അവനെ ഉയർത്തുകയും ചെയ്യുവാനിടയായിത്തീരും. ദൈവത്തോട് ഇതുപോലെ ചേർന്ന് നടന്ന അനവധി വ്യക്തികളെ നമ്മൾ ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം കർത്താവിനോട്, ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു വ്യക്തിയെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നാം അവിടെ പരിചയപ്പെടുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടി 300 വർഷം നടക്കുവാൻ ഇടയായി തീർന്നു. നടന്ന് ഇരുവർക്കും പിരിയാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ദൈവം അവനെ എടുത്തുകൊള്ളുവാൻ ഇടയായി. ഹാനോക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അവന് കുടുംബമുള്ളവനാണ്, മക്കളുള്ളവരാണ്, അങ്ങനെ ഫാമിലി ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിനെല്ലാറ്റിലുപരിയായി അവൻ ഏറ്റവും സ്നേഹിച്ചത്, ഏറ്റവും ചേർന്നിരിക്കുവാൻ ആഗ്രഹിച്ചത് യഹോവയായ ദൈവത്തോടു കൂടെ ആയതുകൊണ്ട് ദൈവം അവനെ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയായി തീർന്നു. ഹാനോക്കിന്റെ തലമുറ നമുക്ക് നോക്കുമ്പോൾ അതായത് ആദ്യ മനുഷ്യന്റെ തലമുറയിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. അവൻ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് ദൈവം അവനെ എടുത്തു. അവന്റെ ആ തലമുറയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാൻ ഇടയായി തീർന്നു. അതുപോലെ മറ്റൊരു സ്ത്രീ കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും, രൂത്ത് 1:15 മുതൽ രൂത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. രൂത്ത് തന്റെ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്ന ഒരു വ്യക്തിയായിരുന്നു. യാതൊന്നും പ്രതീക്ഷിച്ചിട്ടോ കണ്ടിട്ടോ അല്ല അവൾ തന്റെ അമ്മാവിയമ്മയോട് പറ്റി നിന്നത്. തന്റെ യൗവന പ്രായത്തിൽ തന്നെ തനിക്ക് ദൈവം കൊടുത്ത ഭർത്താവ് തന്നിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. നവോമിക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. 2 പേരും മരിക്കുവാൻ ഇടയായി തീർന്നു. മരിച്ച സമയത്ത് നവോമി തന്റെ മരുമകളായ രൂത്തിനോട് പറയുകയാണ്, മകളെ, ഇനി നീ എന്നെ വിട്ട് കടന്നു പോകുക. കാരണം എനിക്ക് ഇനി നിനക്ക് ഭർത്താവായി തരുവാൻ ഒരു മകനും ഇല്ല. അതുകൊണ്ട് നീ എന്നെ വിട്ട് കടന്നു പോകുക, നീ നിന്റെ ദേശത്തേക്കും നിന്റെ ജനത്തിന്റെ അടുക്കലേക്കും കടന്നു പോകുക എന്ന് പറയുമ്പോൾ രൂത്ത് പറയുകയാണ്, ഇല്ല, നിന്റെ ദൈവം എന്റെ ദൈവം, നീ എവിടെ മരിച്ച് അടക്കപ്പെടുന്നുവോ അവിടെ ഞാനും നിന്നോടൊപ്പം ആയിരിക്കും. അതുകൊണ്ട് അപ്രകാരം വിട്ടുപിരിയാത്ത ഒരു സ്നേഹം, ഒരു അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള ഒരു സ്നേഹത്തെ അവിടെ കാണുന്നു. ഒരിക്കലും ലോകത്ത് കാണപ്പെടാത്ത ഒരു സ്നേഹം അത്രേ, നമ്മൾ ആരും കേൾക്കാത്തത് അത്രേ.
നാം എല്ലാവരും കുടുംബങ്ങളായി താമസിക്കുന്നവരാണ്. അപ്രകാരം നമുക്കറിയാം ഒരു അമ്മാവിയമ്മയും മരുമകളും എങ്ങനെയായിരിക്കും പലപ്പോഴും എന്നൊക്കെ. എന്നാൽ ദൈവഭയം ഉള്ള രൂത്ത് എന്ന് പറയുന്നത് തന്നെ ആക്കി വെച്ച സ്ഥാനത്ത് അവൾ അവസാനം വരെയും ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ടു. അവൾ തന്റെ ഭവനത്തിലേക്ക് ഒരു കഷ്ടകാലം വന്നപ്പോൾ, തന്റെ ജീവിതത്തിൽ തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ ഓടിപ്പോകുവാൻ ഇടയായില്ല. അവളെ എവിടെ ആക്കി വെച്ചു അവിടെ അവൾ വിശ്വസ്തയായിരിക്കാൻ ഇടയായി തീർന്നു. മാത്രമല്ല, മോവാബ്യ സ്ത്രീയായിരുന്നു ലൂത്ത്. മോവാബിന്റെ 10-ാം തലമുറയെ പോലും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് എന്നൊരു ദൈവകൽപ്പന ആ കാലത്ത് ഇസ്രായേൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ടും അവൾക്ക് നവോമിയുടെ ദൈവത്തിൽ വല്ലാത്ത ആകൃഷ്ടയായി തീരുവാൻ ഇടയായി തീർന്നു. അവൾക്ക് ആ ദൈവത്തെ വിട്ടുപിരിയുവാൻ മനസ്സ് വരാത്തത് കാരണം അവൾ നവോമിയോട് ഒരുമിച്ച് ഇസ്രായേൽ ബെത്ലഹേമിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീരുന്നു. ഒരു തരത്തിലും തന്നെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിലേക്കാണ് അവൾ കടന്നു വന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാതെ അവൾ കടന്നു പോകേണ്ട അവസ്ഥയിലും തന്റെ അമ്മാവിയമ്മയോട് അതുപോലെ താൻ അറിഞ്ഞ ദൈവസന്നിധിയിൽ അവൾ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ഇടയായി തീർന്നു. താൻ അവിടെ ബെത്ലഹേമിലേക്ക് കടന്നു പോയപ്പോൾ തനിക്ക് ലഭിച്ച ജോലി എന്ന് പറയുന്നത് കാലാപിറക്കലായിരുന്നു. ഇത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അനാഥർക്കും വിധവയ്ക്കും പരദേശികൾക്കും പറഞ്ഞിട്ടുള്ള ഒരു തൊഴിലത്തെ കാലാപിറക്കൽ എന്ന് പറയുന്നത്. രൂത്ത് ഈ 3 അവസ്ഥയിലും കൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു. അവൾ അനാഥയായിരുന്നു, തനിക്ക് ആരുമില്ല. വിധവയായിരുന്നു, തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. പരദേശിയാണ്, അവൾ മറ്റൊരു ദേശക്കാരിയാണ്. മോവാബി സ്ത്രീയാണ്, ശപിക്കപ്പെട്ട ഒരു ദേശത്ത് നിന്ന് കടന്നു വന്നതാണ്. എന്നാൽ അവൾ ആക്കി വെച്ചെടുത്ത് ദൈവം അവൾക്ക് ഏൽപ്പിച്ച ആ ജോലി അവൾ അവിടെ വിശ്വസ്തയായി ചെയ്യുവാനിടയായി തീർന്നു. അവൾ സന്തോഷത്തോടുകൂടെ പോയി തന്റെ ജോലി ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തോട് പറ്റി നിൽക്കാൻ തീരുമാനിച്ച രൂത്തിനെ ഉയർത്തേണ്ടത് തീർച്ചയായും ദൈവത്തിന്റെ ബാധ്യതയാണ്. അവളുടെ പ്രതീക്ഷകൾക്ക് അധികമായി ദൈവം അവളെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തോട് പറ്റി നിന്നപ്പോൾ ദാസിയുടെ സ്ഥാനത്ത് നിന്ന് അവൾ അവകാശിയുടെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഒരവസ്ഥ നമ്മൾ വായിക്കുമ്പോൾ കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലും അവളുടെ പേര് കടന്നുകൂടുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ എവിടെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോട് കർത്താവിന്റെ വേല ചെയ്യുമെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മെ ഉയർത്തുവാൻ ഇടയായി തീരും. ഒരുപക്ഷെ ഏറ്റവും ഒരു ചെറിയ കാര്യത്തിലായിരിക്കാം കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. എവിടെയാണോ അവിടെ കർത്താവിന്റെ വേല വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ, ദൈവത്തോട് പറ്റി നിൽക്കുവാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ നമ്മെ മാനിച്ച് ഉയർത്തുവാൻ ഇടയായി തീരും. നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ അധികമായി കർത്താവ് നമ്മെ മാനിക്കുവാൻ വിശ്വസ്തനത്രേ. മറ്റൊരു യോശുവ പുസ്തകം 14 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെ കാണുന്നു, കാലേബ് പൂർണ്ണമായി ദൈവത്തോട് പറ്റി നിന്ന ഒരു വ്യക്തിയത്രേ. അതായത് മോശയ്ക്ക് പോലും വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ദൈവം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനായി കണ്ടെത്തിയ 2 വ്യക്തികളായിരുന്നു യോശുവയും കാലേബും എന്ന് പറയുന്നത്. അവൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇസ്രായേൽ മക്കൾ അനവധി ലക്ഷം പേരെ ദൈവം ആ ദേശത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർ മരുഭൂമിയിൽ ചുറ്റി നടക്കുവാനിടയായി തീർന്നു. എന്നാൽ പലപ്പോഴും അവർ പെറുപെറുപ്പിന്റെ അവസ്ഥകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും ഓർക്കാതെ വണ്ണം ദൈവത്തെ വിട്ട് അകന്ന അവസ്ഥയിൽ അവരെ ഓരോരുത്തരായ മരുഭൂമിയിൽ വെച്ച് നശിക്കുവാനിടയായി തീർന്നു. എന്നാൽ 2 പേർ മാത്രം അതിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. എന്തെന്ന് ചോദിച്ചാൽ, ആരെല്ലാം ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോഴും, ആരെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോഴും ദൈവത്തിൽ നിന്ന് അകരാതെ ദൈവസന്നിധിയിൽ പറ്റി നിന്ന 2 വ്യക്തികളായിരുന്നു യോശുവയും കാലേബും എന്ന് പറയുന്നത്. അവരെ മറ്റൊരു ദേശം ഒറ്റുനോക്കുവാനായിട്ട് മോശ പറഞ്ഞ അവസ്ഥയിലും അവിടെ പോയി ബാക്കി എല്ലാ വ്യക്തികളും ദൈവസന്നിധിയിൽ എതിരായിട്ട്, ആ ദേശത്തിന് എതിരായിട്ട്, അതായത് ദൈവം നമ്മെ കൊല്ലുവാനാണ് ആ ദേശത്ത് അയച്ചിരിക്കുന്നത്, അവിടെ വലിയ അനാക്യ മല്ലന്മാരുണ്ട്, നാം അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മെ അവർ കൊന്നുകളയും, അതുകൊണ്ട് ദൈവം അയച്ചിരിക്കുന്ന ആ ദേശം നല്ലതല്ല എന്നുള്ള പ്രതികൂലമായ റിസൾട്ടുകൾ വന്ന് മോശയോട് അറിയിച്ചപ്പോൾ, ഈ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും, കാരണം ഇതിലും വലിയ അത്ഭുതങ്ങളാണ് ഞങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പേ കണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിൽ, അടിയുറച്ച വിശ്വാസത്തിൽ കാലേബ് യോശുവയും വന്ന് അനുകൂലമായ റിസൾട്ട് മോശയോട് അറിയിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ പിടിച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു കാലേബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. അനവധി പുതിയ നന്മകൾ, പുതിയ ദേശങ്ങളുടെ അനുഭവങ്ങൾക്കൊക്കെ അവൻ ഉടമയായി തീരുവാൻ ഇടയായി തീർന്നു. പൂർണ്ണ മനസ്സോടെ അവൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
അതുകൊണ്ട് നിരാശയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു വിടുതൽ അവന് ലഭിക്കുവാനിടയായി തീർന്നു. മോശ ഉൾപ്പെടെ ആ തലമുറ മുഴുവൻ മരിച്ചു. യോശുവയ്ക്കും കാലേബിനും മാത്രം ആ തലമുറയിൽ മരണത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിച്ചു. അവരെ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുവാനിടയായി തീർന്നു. മാത്രമല്ല, ശക്തിയുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവം നയിച്ച ഒരു വ്യക്തിയായിരുന്നു കാലേബ് എന്ന് പറയുന്നത്. 3 അനാക്യമല്ലന്മാരെ കാലേബ് തകർക്കുവാനിടയായി തീർന്നു. അത് തന്റെ 85 വയസ്സായ ഒരു വൃദ്ധൻ ആയിരിക്കുന്ന സമയത്താണ് താൻ ഒരു ദേശത്ത് പോയി ഒരു രാജ്യത്തെ തകർത്ത ആ ദേശം തനിക്കായി സമ്പാദിക്കുവാനിടയായി തീർന്നത്. അവന്റെ അടുക്കൽ പോയി പറയുകയാണ്, നിനക്ക് ആ ദേശത്ത് പോയി ജനത്തെ നശിപ്പിച്ച് നിനക്ക് ആ ദേശം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ കാലേബ് പറയുകയാണ്, എനിക്കിപ്പോൾ 85 വയസ്സായി, പക്ഷേ എനിക്ക് ദൈവം എന്നെ വിളിച്ച ആ സമയത്തുള്ള ആരോഗ്യവും ആയുസ്സും ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ആ രാജ്യത്ത് പോകും. ആ ഹെബ്രോൻ പട്ടണത്തെ ഞാൻ ജയിച്ച് കീഴടക്കി അതെനിക്ക് സ്വന്തമാക്കി തീർക്കുവാനിടയായി തീരും. പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് വിളിച്ച സമയത്തെ ആ സ്നേഹവും ആ പ്രത്യാശയും ആ പ്രതീക്ഷയും ഇന്ന് നമുക്ക് തീഷ്ണതയും ദൈവസന്നിധിയിൽ ഉണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവവേല ചെയ്യുവാൻ ദൈവം നമ്മെ ഏത് സമയത്താണോ എവിടെയാണോ പറഞ്ഞു വിടുന്നത്, ആ സമയത്ത് നമ്മുടെ എങ്ങനെയായിരുന്നു ആദ്യ വിശ്വാസം നമ്മൾ ഉണ്ടായിരുന്നത്, അതേപോലെ ആ തീഷ്ണതയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതങ്ങളെ നാം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവസാനം വരെ ദൈവത്തോട് പറ്റി നിന്ന് കർത്താവിന്റെ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും നേരിടുന്ന 3 അനാക്യമല്ലന്മാരാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. ഇവയെ നാം കീഴടക്കി ജയിച്ചാൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ തൃപ്തികരമായ ഒരു ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു കാലേബ് എന്ന് പറയുന്നത്. യോശുവ കാലേബിന് ഹെബ്രോൻ അവകാശമായി കൊടുത്തു. ക്രിസ്തുവിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഹെബ്രോൻ എന്ന് പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ്. കനാനിൽ പോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഹെബ്രോൻ എന്ന് പറയുന്നത്. ആ ഹെബ്രോൻ എന്ന ദേശത്തെ പൂർണ്ണമായി അവകാശമാക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ സഹായിക്കുവാനിടയായി തീർന്നു. ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നന്മകളും കരസ്ഥമാക്കുവാൻ അവസാനം വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുവാൻ ദൈവം അവനെ ഇടയാക്കി തീർത്തു. അതുപോലെ 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുന്നു, യോനാദാൻ. യോനാദാൻ ദാവീദിനോട് പറ്റി നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഉള്ളത്തോട് പറ്റി നിന്ന ഒരു സ്നേഹബന്ധത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. വളരെ മനോഹരമായ ഒരു സ്നേഹം 2 കൂട്ടുകാരന്മാർ തമ്മിൽ അവിടെ കാണുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. വാളും അരക്കച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യോനാദാൻ തന്റെ സ്നേഹിതനായ ദാവീദിന് കൊടുക്കുന്ന ഒരു അനുഭവം നമ്മൾ അവിടെ കാണുന്നു. രണ്ടുപേരും വളരെ സ്നേഹമായിരുന്നു. പക്ഷേ യോനാദാൻ വഴിയിൽ വെച്ച് പട്ടുപോയി എങ്കിലും ദാവീദ് ദൈവസന്നിധിയിൽ അവസാനം വരെ നിൽക്കുവാനിടയായി തീർന്നു. ദാവീദ് ദൈവത്തോട് പറ്റി നിന്നു. അനവധി പോരായ്മകൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും അനുതാപത്തോട് ദൈവത്തോട് പറ്റി നിന്നത് കൊണ്ട് ദൈവം അതൊന്നും കണക്കാക്കാതെ വണ്ണം അവനെ വീണ്ടും സ്നേഹിക്കുവാനിടയായി തീർന്നു. ദാവീദിനെ പറ്റി യഹോവയായ ദൈവം പറയുന്നത്, അവൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി എന്നൊക്കെയാണ് ദൈവവചനം അവനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ശ്രേഷ്ഠമായ അനുഭവങ്ങളുടെ ഒരു ഉടമയായി തീരുവാൻ ദാവീദിനെ ദൈവം കണ്ടെടുത്തു. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ മുഴുവനും ദൈവത്തോടുള്ള തന്റെ അഗാധമായ സ്നേഹവും ആശ്രയവും നിഴലിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 91 മുഴുവനും നമുക്ക് വായിക്കുമ്പോൾ അവിടെ അതിന്റെ 1-ൽ കാണുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അങ്ങനെയുള്ള വ്യക്തിക്കുള്ള അനുഗ്രഹങ്ങളാണ് താഴെ സങ്കീർത്തനം അവസാനം വരെ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. അപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ കുറവുകൾ ഇല്ലായിരുന്നു എന്നല്ല, വളരെയധികം കുറവുകൾ വന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ ആ കുറവുകൾ കൊണ്ട് ദൈവസന്നിധി വിട്ട് അകന്നു പോയില്ല. തന്റെ കുറവുകളും തെറ്റുകളും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവൻ കരഞ്ഞ്, അതായത് നാഥാൻ പ്രവാചകൻ വന്ന് അവനോട് പറയുകയാണ്, നീ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് നിന്റെ ദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആലോചന അവനോട് അറിയിച്ചപ്പോൾ അവനോട് പറയുകയാണ്, എന്റെ ജനത്തെ അല്ല തൊടേണ്ടത്, ഇത് ഞാനാണ് ചെയ്തത്, അതുകൊണ്ട് ദൈവം എന്ത് തന്നെ എനിക്ക് തന്നാലും ഞാനത് സ്വീകരിക്കുവാൻ സന്നദ്ധനാണ്. അപ്രകാരം അവൻ ഒരു കുമ്പസാരത്തോടെ അവൻ ദൈവസന്നിധിയില് തന്റെ തെറ്റുകളെ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അനുദപിക്കുവാൻ തയ്യാറായത് കൊണ്ട് ദൈവം അവനെ വീണ്ടും ചേർത്ത് നിർത്തുവാൻ ഇടയായി തീർന്നു.
ദൈവത്തോട് പറ്റിച്ചേർന്ന് അവൻ അവസാനം വരെ നിൽക്കുവാനും അവന്റെ ജീവിതം അനുഗ്രഹകരമായി തീരുവാനും ഇടയായി തീർന്നു. ഇങ്ങനെയൊക്കെ പഴയ നിയമത്തിലുള്ള അനവധി വ്യക്തികളെ നമ്മൾ കാണുവാൻ സാധിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ബർന്നബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മനോനിർണയത്തോടെ കർത്താവിനോട് പറ്റി നിൽക്കണമെന്ന് ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ബർന്നബാസ് എന്ന് പറയുന്നത്. താൻ ദൈവത്തോട് പറ്റി നിന്നത് മാത്രമല്ല, തൻ്റെ അടുക്കൽ വന്ന ജനത്തെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കണം, ദൈവത്തോട് പറ്റി നിൽക്കണം, ദൈവിക സുവിശേഷ ഘോഷണത്തിൽ ഉറച്ചു നിൽക്കണം എന്ന് പ്രബോധിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ബർന്നബാസ്. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവമാക്കിയിരിക്കുന്നിടത്ത് ദൈവം നമുക്ക് തരുന്ന ജനത്തെ ഒരുപക്ഷെ നമ്മൾ ശുശ്രൂഷ മേഖലകളിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ദൈവവചനം മറ്റുള്ളവരോട് പറയുന്ന വിശ്വാസികളായിരിക്കാം. ആരോ ആയിക്കൊള്ളട്ടെ, നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം ദൈവത്തോട് ചേർന്നിരിക്കാൻ മാത്രമല്ല, നമ്മുടെ അടുക്കൽ കടന്നു വരുന്നവരെ ഉറപ്പോടെ നിർത്തുവാൻ, കർത്താവിനോട് ചേർന്ന് നിർത്തുവാനായിട്ടുള്ള പ്രബോധനങ്ങൾ ഈ നാളുകൾ ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് ബർന്നബാസ് നല്ല പരിശുദ്ധാത്മാവ് തികഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അവൻ നല്ലൊരു മനുഷ്യൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനും വിശ്വാസം നിറഞ്ഞവനും ആണെന്ന് ബൈബിൾ അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. യേശു കർത്താവിനോട് പറ്റി ചേർന്ന് നിൽക്കുവാനും അവൻ തൻ്റെ അടുക്കൽ വന്നവരെ കർത്താവിന് വേണ്ടി ഉറപ്പിച്ചു നിർത്തുവാനും ദൈവം അവനെ സഹായിക്കുവാനിടയായി തീർന്നു. അതുപോലെ കർത്താവിന്റെ ഒരു സ്നേഹനിധിയായ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിന്റെ മാറോട് ചേർന്ന് ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അവൻ എപ്പോഴും യേശുവിനോട് ചേർന്നിരുന്നു. അതുകൊണ്ടാണ് ഇടിമക്കളിൽ ഒരുവനായ യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നത്. യേശുവിനോട് പറ്റി നിന്നാലേ യേശു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്നപ്പോൾ അവിടുത്തെ ഹൃദയത്തുടിപ്പുകൾ അവൻ അറിയുവാൻ കഴിഞ്ഞു. യേശു കർത്താവ് കഠിന വേദന അനുഭവിച്ച് കാൽവരി ക്രൂശിൽ ആയിരുന്ന സമയത്ത് തൻ്റെ അടുത്ത് നിന്ന ഒരേ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്. മറ്റാർക്കും തന്നെ തൻ്റെ ആ വേദന കാണുവാൻ തക്കവണ്ണം അതായത് ധൈര്യമില്ലാതെ തൻ്റെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയ സമയത്ത് യോഹന്നാൻ അവിടെ കർത്താവായ യേശു കർത്താവിന്റെ ആ ക്രൂശിന്റെ താഴെ നിൽക്കുവാനിടയായി തീർന്നു. കർത്താവ് ഈ ലോകം വെടിയുന്ന, അതായത് തന്റെ പ്രാണനെ വിട്ടുപിരിയുന്ന അവസ്ഥ വരെയും യോഹന്നാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു താഴോട്ട് നോക്കിയിട്ട് തന്റെ അമ്മയെ നോക്കിയിട്ട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. എന്നിട്ട് യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഈ ലോകത്തിൽ വിശ്വസിച്ച ഒരു കരത്തിൽ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിൽ തന്റെ ഏറ്റവും അടുത്തറിയുന്ന തന്റെ ശിഷ്യനായ യോഹന്നാനെ തന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആ മകന് മാത്രമേ തന്റെ അമ്മയെ സ്നേഹിക്കുവാനും കരുതുവാനും കൂടെ അവസാനം വരെ കൊണ്ടുപോകുവാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ യേശു തന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. നോക്കൂ ദൈവഭയം മക്കളെ, എത്ര വിലയേറിയ ഒരു അനുഭവമാണ് അതെന്ന് ചോദിക്കൂ. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം ദൈവത്തോട് പറ്റിയിരിക്കുകയാണെങ്കിൽ, അവന്റെ ഹൃദയ തുടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന്, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്രകാരം സ്നേഹത്തിന്റെ ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. ഇതുപോലെ യോസേഫ് പ്രതികൂല സാഹചര്യങ്ങൾ എത്ര എന്ന് തിട്ടപ്പെടുത്താനാവാത്ത വിധം കഷ്ടങ്ങളുടെ വലിയൊരു കൂമ്പാരങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു. പാപം ചെയ്യുവാൻ സമ്മർദ്ദം അതികഠിനമായപ്പോഴും ഞാൻ ദൈവത്തിന് വിരോധമായി എങ്ങനെ പാപം ചെയ്യും എന്നാണ് അവൻ തീരുമാനിച്ചത്. എല്ലായ്പ്പോഴും അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാനിടയായി. അതുകൊണ്ട് ദൈവം അവനെ വിടുവിച്ച് ഉയർത്തി അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. ആരോരുമില്ലാതെ താൻ ഒറ്റയ്ക്ക് പോയ ആ രാജ്യത്ത് അവനെ ഒരു ശ്രേഷ്ഠ മന്ത്രിയാക്കി ദൈവം ഉയർത്തുവാനിടയായി തീർന്നു. അനേക മഹത്വ പദവികൾ നൽകി ദൈവം അവനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. യോബ് സകലവും നഷ്ടപ്പെട്ടവനായി തീർന്നപ്പോഴും ദൈവത്തോട് പറ്റി നിന്നു. ദൈവം അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ ദാനിയേൽ വളരെ ചെറുപ്പത്തിലെ കാഠിന്യമേറിയ അനുഭവം സംഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് ആരോരുമില്ലാത്ത ഒരവസ്ഥയിൽ ബാലനായിരുന്നപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് അവനെ ഒരു രാജാവ് പിടിച്ചു കൊണ്ടുപോയി. എങ്കിലും താൻ ആയിരുന്ന സ്ഥാനത്ത് വിശുദ്ധിയോട് ജീവിപ്പാനും ദൈവത്തോട് പറ്റി നിൽക്കുവാനും അവന് ഉറച്ചു നിശ്ചയിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദൈവം അവന് ഏറ്റവും പ്രിയ പുരുഷനാക്കി തീർത്തു. അവന്റെ ജീവിതം അവിടെ വെച്ച് അസ്തമിച്ചുവെങ്കിലും വളരെ സമാധാനത്തോടെ ഉള്ള ഒരു നിര്യാണം ദൈവം അവന് കൊടുക്കുവാനിടയായി തീർന്നു. പറ്റിയിരിക്കുക എന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഭവം മാത്രമല്ല, നാം സ്വയമായി തീരുമാനിക്കണം. എനിക്ക് ദൈവസന്നിധിയിൽ നിൽക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒന്നത്രേ. അത് നാം തീരുമാനിച്ചാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ.
യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പൂർണ്ണമായും അവിടത്തോട് പറ്റിയിരിക്കണമെന്നാണ്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞത്. ഒരു തായ്തടിയുടെ നീരും ഗുണവും എല്ലാം കൊമ്പുകൾക്ക് ലഭിക്കുന്നത് പോലെ കർത്താവിന്റെ ദിവ്യ സ്വഭാവം നാം അവനോട് പറ്റിയിരിക്കുമ്പോൾ അവന്റെ സ്വഭാവം നമ്മിലേക്ക് ആഗിരണം ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച് പുതു സൃഷ്ടിയായി കർത്താവിനെ ആരാധിക്കുന്ന നാം പാപം നമ്മളിൽ ഏൽക്കാതെ വണ്ണം കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവൻ നമ്മെ വിടുവിക്കുവാനിടയായി തീരും. അവൻ നമ്മെ ഉയർത്തുവാനിടയായി തീരും. കഷ്ടകാലത്ത് അവൻ നമുക്ക് ഉത്തരമരുളുവാനിടയായി തീരും. അവൻ നമ്മോട് എപ്പോഴും കൂടെയിരിക്കും. കൂടാതെ മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തും. കർത്താവിന്റെ രക്ഷയെ നമുക്ക് കാണിച്ചു തരും. ദൈവമക്കളെ അപ്രകാരം കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, കർത്താവിന്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിനും വിടുതലിനും ഉദ്ധാരണത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്ര വചനം എൻ്റെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൽ നന്ദി പറയുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ദാസി വളരെ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ പിടിപ്പിക്കും, കഷ്ടകാലത്ത് ഞാൻ അവൻ ഉത്തരം വരളും. എന്നിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒക്കെ കർത്താവിനോട് പറ്റിയിരുന്ന് ജീവിച്ച ആളുകളെ കുറിച്ച്, അവരുടെ ജീവിതത്തിന്റെ ആ പ്രാഗൽഭ്യത്തെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ. കരണ്ട് ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് അതെത്ര പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞങ്ങളെ ഇവിടെ ഇരിക്കുന്നത് കരണ്ട്, ഇവിടെ ഞാൻ 25 വർഷമായി ഒരു പ്രാവശ്യം പോലും കരണ്ട് പോയിട്ടില്ല. അപ്പം അന്ന് ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലും കർത്താവിനോട് പറ്റിയിരിക്കുക. നമുക്കറിയാം ഹാനോക്കിന്റെ ജീവിതം ആദ്യമായിട്ട് കർത്താവിനോട് പറ്റിയിരുന്ന ഒരു വ്യക്തിയായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഹാനോക്കാണല്ലോ. അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ്. 300 വർഷത്തോളമാണ് ഹാനോക്ക് ജീവിച്ചിരുന്നത്. ഹാനോക്കിന്റെ പിതാവ് 900 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരുന്നു. ഹാനോക്കിന്റെ മകൻ 900 വർഷത്തിൽ കൂടെ ഇരുന്നു. എന്നാൽ ദൈവത്തോട് പറ്റിയിരുന്ന ഹാനോക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ ഹാനോക്കിന്റെ ആയുസ് ഏകദേശം 33-35 വയസ്സേ ഉള്ളൂ. 35 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചു പോയത്. അന്നത്തെ 300 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 35 വയസ്സാണ്. എന്നുവെച്ചാൽ അപ്പനും മോനും ഒക്കെ 900 വർഷമല്ലേ ജീവിച്ചിരുന്നത്. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്നെന്ന അന്നത്തെ ആ സാഹചര്യത്തില് വളരെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ്. നമുക്കറിയാം ഹാനോക്കിന്റെ കസിൻസ് ഒക്കെ ആരാ? കായിന്റെ വേറൊരു കൊച്ചുമകനും അങ്ങനെയൊക്കെയുള്ള ദൈവമില്ലാതെ ജീവിക്കുന്നവരുടെ ബാബേൽ ഗോപുരം പണിയുന്ന ആളുകളും ദൈവമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഒരു സമൂഹം അങ്ങനെ തന്നെയാ. ദൈവത്തെ അറിയാത്ത, ദൈവമില്ലാതെ പറയുകയും ദൈവവിരുദ്ധമായിട്ട് ജീവിക്കുന്ന, അത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ്. ബാങ്ക് കൊള്ളയടിക്കുന്നത്, ഇവിടെ അങ്ങ് തോക്ക് കൊണ്ട് വന്ന ബാങ്ക് കൊള്ളയടിക്കുന്നത്. നാട്ടിലാണെങ്കിൽ സഹകരണ ബാങ്ക് തോക്കൊന്നുമില്ലാതെ അധികാര സ്ഥാനത്തിലുള്ളവർ ചേർന്നാണ് കൊള്ളയടിക്കുന്നത്. ഇങ്ങനെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സഭയ്ക്കുള്ളിൽ തന്നെ പ്രതികൂലങ്ങളാണ്, അല്ലെ സഭാ നേതൃത്വം തന്നെ യാതൊരു മാതൃകയുമില്ലാത്ത ആളുകൾ. അങ്ങനെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ദൈവത്തോടു കൂടെ നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് കാതലായിട്ടുള്ള ചോദ്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ അവൻ നടന്നു. വലിയ ആയുസൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഉള്ള ആയുസ് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഇന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പിന്നീട് പറഞ്ഞത് രൂത്ത് അമ്മാവിയമ്മയോട് കൂടെ വന്നിട്ട് പറയാണ്, നിന്റെ ദൈവം എന്റെ ദൈവം, നീ എവിടെ പോയാലും ഞാൻ അവിടെ പോകും. അന്നേരം അമ്മാവിയമ്മ പറഞ്ഞു, രണ്ടുപേരും കൂടെ വന്നതാണല്ലോ, മോവാബി സ്ത്രീകളാ, ഒർഫായും രൂത്തും. അപ്പൊ അമ്മായിയമ്മ ഒരു സത്യം പറഞ്ഞു അവരോട്, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്കൊരു ഭാവിയില്ല. നിങ്ങൾക്ക് ഇസ്രായേലിലെ യെരുശലേമില് നിങ്ങളെ ആരും വിവാഹം കഴിക്കരുത്. അവര് മോവാബ്യരായിട്ടുള്ളവര് യെരുശലേം ദേവാലയത്തിൽ 10ാം തലമുറ വരെ കയറാൻ പാടില്ല. യാതൊരു വിധത്തിലും അവരുമായിട്ട് യാതൊരു വിധത്തിലും പോലെ സഹകരണമില്ല. അവര് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ എന്തോ അൺടച്ചബിൾസ് എന്ന് പറയുന്ന പോലെ അങ്ങനെ മാറ്റി നിർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും പറഞ്ഞില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും, നവോമിയുടെ കൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് നവോമി പറഞ്ഞ അതാണ്, നിങ്ങൾ എൻ്റെ കൂടെ വന്നാല് ഞാൻ ഇനി ഒരു വിവാഹം കഴിച്ച് എൻ്റെ മക്കളുണ്ടായി അതൊന്നും നടക്കുകയല്ല, നിങ്ങളെ ആരും വിവാഹം കഴിക്കുകയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒർഫായ്ക്ക് മനസ്സിലായി, അത് ശരിയാണല്ലോ, എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു ഭാവി വേണം.
എന്ന് പറഞ്ഞ് ഉറപ്പാ തിരികെ അവളുടെ സ്ഥലത്തേക്ക് പോയി വിവാഹം കഴിച്ച് കുട്ടികളും ഒക്കെ ഉണ്ടായി, അങ്ങനെ ജീവിച്ചു. എന്നാൽ കുട്ടികളില്ലേലും സാരമില്ല, കുടുംബമില്ലേലും സാരമില്ല, എനിക്ക് ഈ ദൈവത്തെ മതി എന്ന് നിശ്ചയിച്ചു വന്ന രൂത്ത് ആരും വിവാഹം കഴിക്കത്തില്ല, കഴിക്കാനൊരു സാധ്യതയുമില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്കറിയാം ആരാ വിവാഹം കഴിച്ചതെന്നറിയാം. അവിടുത്തെ ഒരു ധനികനായ മനുഷ്യൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഐശായി, രൂത്തിന്റെ കൊച്ചുമകൻ ഐശായി, കൊച്ചുമകന്റെ മോനാണ് ഇസ്രയേലിന്റെ മഹാരാജാവായി തീർന്നത്. എന്നാൽ ഈ നമ്മള് ഈ ഈ ഒഫ്രായുടെ കൊച്ചുമകനാണ്, നമുക്ക് അത് അത്ര വ്യക്തമായിട്ട് നമ്മൾ അധികം പഠിച്ചിട്ടില്ല, പക്ഷേ ബൈബിളിലുണ്ട്. ഞാൻ ദിനവൃത്താന്തങ്ങളിലാണ് തോന്നുന്നു. ഒർഫായുടെ കൊച്ചുമകനാണ് ഗോല്യാത്ത്. ഒർഫായുടെ കൊച്ചുമകനാണ് ആ ഗോല്യാത്ത്. ആ കൊച്ചുമകനെയാണ്, കസിനെയാണ് ദാവീദ് കല്ലെറിഞ്ഞ് കൊന്നത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടായെങ്കിലും അങ്ങനെയാണ് ആ തലമുറ അങ്ങനെയാണ് പോയത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ദൈവത്തെ വിളിച്ച് ആ ദൈവം നൽകുന്നത് മതി, അല്ല എന്റെ ഭാവി എങ്ങനെ ആയാലും ആയിപ്പോകട്ടെ എന്നൊക്കെയുള്ള വിശ്വാസത്തോടുകൂടി, എന്നൊക്കെയുള്ള കാഴ്ചപ്പാടോട് പോയവർക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയെന്നാണ് നമുക്ക് ഇന്നൊക്കെ കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ ദാസി എത്ര മനോഹരമായിട്ട് ബർന്നബാസിന്റെ ഉദാഹരണങ്ങൾ, അനേക ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ ചുരുങ്ങിയ സമയം കൊണ്ട്. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവര് ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ നടത്തുന്ന ചർച്ച് അനേകർക്ക് അത് അനുഗ്രഹമാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വേലയിൽ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് ഇത്രത്തോളം നമ്മോടൊപ്പം ആയിരുന്നാലും തിരുവനന്തപുരത്ത് സംസാരിച്ച പ്രതികൂലങ്ങളുടെ മധ്യത്തിലെ കറണ്ടൊക്കെ ഇല്ലായിരുന്നല്ലോ, തിരുവനന്തപുരത്ത് സംസാരിച്ചാൽ വളരെ സന്തോഷം. കർത്താവ് കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കും.